ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് നമ്മൾ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ്. എവിടെയാണെന്നും എന്താണെന്നും നമ്മൾ വഴി അറിയുന്നത്. ധ്യാനുവിന് സർപ്രൈസാണ് എവിടെയാണ് പോകണമെന്ന്. അതുകൊണ്ട് ധ്യാനുവിന് വലിയ മൂടില്ല. ധ്യാനുവിന് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ധ്യാനുവിന് പോയില്ല. ഭയങ്കര വെയിൽ ഉറക്കം വേണോണ്ടാണ് അവൻ കാണാം. അയ്യോ അപ്പം അല്ല ഉറങ്ങിക്കോ. തലോടോട്ട് പോകണ്ട. ബാക്കിലാകുമ്പോൾ തലോടെ കിടന്ന് വെച്ചിട്ടുണ്ടോ? കിടന്ന് ഉറങ്ങിക്കോ. സ്ഥലമുണ്ട്, സമയമുണ്ട്. അപ്പം നമ്മൾ മുടിയൊക്കെ പറന്നു പതൊക്കെ പോകും. അപ്പോൾ നമ്മൾ പോയിട്ട് വീഡിയോ എല്ലാം ഒന്ന് ചെറുതാക്കി റെഡിയാക്കി ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആറ്റിങ്ങൽ ആലങ്കോട് കഴിഞ്ഞ് ആറ്റിങ്ങലായിട്ടുണ്ട്. അപ്പം ബിഗ് ഫ്രണ്ട്സ് നമ്മുടെ കിഡ്ല ഫിറോസും നമ്മളെ ആദ്യ സുമി ചേച്ചി നടത്തുന്ന ഒരു കാർണിവലാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇതെന്ത് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ബാലഭാസ്കറിൻ്റെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം എന്ന് പറഞ്ഞ് കാണിച്ചോളൂ. അവിടെ മൊത്തം മാറ്റിയിട്ടു. ഇപ്പം ലുലു കഴിയാൻ പോകുന്നില്ല. അച്ഛനെ ഡോക്ടറെ അടുത്ത് സുന്നി ഡോക്ടറെ കാണിക്കാൻ പോകുന്നതാണ് ഗൈസ്. അച്ഛൻ നമ്മൾ ലുലു മോൾ കഴിയുകയാണ്. അങ്ങനെ മനസ്സിൽ ലുലു മോൾ കഴിഞ്ഞപ്പോൾ ധ്യാനം പിന്നെ നെഞ്ചിനെ കല്ല കടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എവിടെ പോകുന്നു അമ്മേ, എവിടെ പോകുന്നു അമ്മേ? അപ്പൊ ഇതാണ് ലുലു മോൾ. കണ്ടോ? ഇതാണ് ലുലു മോൾ. അപ്പൊ ഇനി അടുത്തത് ആരോട് എവിടെ പോകുന്നു അമ്മു, എവിടെ പോകും? ലുലു കഴിഞ്ഞപ്പോ ധ്യാനിന് വീണ്ടും എവിടെ പോകുന്നു, എവിടെ പോകുന്നു? സർപ്രൈസ്. ഇത്രയും നേരം കിടയിടാ അല്ലെങ്കിൽ നമുക്ക് ബാക്കി പോയി ഇടാതൊന്നും കേട്ടില്ല. ലുലു കഴിഞ്ഞപ്പോ തുടങ്ങി. ലുലു കഴിഞ്ഞപ്പോ ധ്യാനം സൈഡായി. ഇനി എവിടെ പോണു? ഇപ്പൊ എവിടെ പോയാലൊന്നുമില്ല. ലുലു കഴിഞ്ഞപ്പോ പിന്നെ അവന് വേറെ ചിന്തകളൊന്നുമില്ല. കണ്ടു നോക്കും. എവിടെയും കാണുന്നുണ്ടോ, ബസ് ചെയ്യാ കിട്ടുന്നുണ്ടോ? സ്ഥലം നോക്കിയിട്ട് പറ, അറിയാൻ പറ്റുന്നുണ്ടോ? സ്ഥലം കണ്ടിട്ട് വല്ല പിടുത്തമുണ്ടാ? ആശുപത്രി സ്ഥലം കണ്ടിട്ട് വല്ല പിടുത്തമുണ്ടോ? ഇല്ല. എയർപോർട്ടിലോ? അനുമാ വരണം. അപ്പം യെസ്, ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. അനുമാമൻ എന്താ പോയിട്ട് വരികയാണ്. നമ്മൾ അനന്തപുരി ആശുപത്രി ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് കയറാൻ പോണത്? ജാനു? യെസ്, അനുമാമൻ വരികയാണ് ഗൈസ്. അനുമാമൻ വരികയാണ് ഗൈസ്. യെസ്, നമ്മൾ എവിടെ പോവുകയാണ് ജാനു? എയർപോർട്ട്. നമ്മൾ എവിടെയാണ് വരുന്നത് ജാനു? ഇതൊക്കെ അറിയായിരുന്നു. എങ്ങോട്ട് പറഞ്ഞു? തലകോതി ഒരുങ്ങുകയാണ്. തലകോതി. നമ്മൾ ലുലു മോൾ വരുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളൂ. കുറേ നാളായി വന്നിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. എല്ലാവരും കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. RJ സുമി ചേച്ചി ഇതാ പോകുന്നു. കിഡ്ല ഫിറോസിക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം മിക്കയുടെ കൂടെയും ചേച്ചിയുടെ കൂടെയൊക്കെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. ഞാൻ നേരത്തെ കണ്ടുകൊണ്ട് പക്ഷെ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. ഞാനും അപ്പോൾ ഈ വണ്ടി തന്നെ പോകണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ അങ്ങനെ ഗേറ്റ് 2 റൗണ്ട് കറക്കിയിട്ട് വരും. നമ്മൾ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ. അപ്പം പോയിട്ടൊക്കെ വരട്ടെന്ന് വിചാരിച്ചിട്ട് വിട്ടത്. അതൊക്കെ പോയിട്ട് വന്ന് പിന്നെ ഞങ്ങൾ പതുക്കെ മേലെ കയറി ഫുഡ് അടിച്ചിട്ടോ. ഉച്ചയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഫുഡൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ടാണ് ഓടിയാണ്. കാരണം ഇവൻ്റെ സ്വഭാവം എപ്പോഴും മാറുന്ന അറിയത്തില്ല. അപ്പം റൈസും കുറച്ച് നൂഡിൽസുമാണ് ഞങ്ങൾ വാങ്ങിയത്. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊണ്ട ഇതുവരെ ശരിയായില്ല ഗൈസ്. അതാണ് കറപ്പറത്ത സൗണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അച്ഛനും മോനും കൂടെ ഞാനത് എടുക്കാൻ പോയ സമയം കൊണ്ട് എന്തൊക്കെയോ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെയാണ് ഈ ടയർഡായി പോകുന്നത്. നിങ്ങൾ കണ്ടല്ലേ? അയ്യോ, എത്ര ഒരുങ്ങിയാണ് നിങ്ങൾ മാറാൻ പോണില്ല. എന്തൊക്കെ പറഞ്ഞു? നീ നല്ല ഇൻട്രോ കൊടുത്തിട്ടോളായി. നമ്മളിപ്പോഴേ വന്നൂടെ? അപ്പോൾ എല്ലാവർക്കുള്ള മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫാഷൻ ഷോയ്ക്കുള്ള വേണ്ടിയിട്ടുള്ള മേക്കപ്പ് നടന്നത്. ഇതാണ് നമ്മുടെ ഇക്ക, നമ്മുടെ സ്വന്തം ഇക്ക. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന വെച്ചാൽ വീഡിയോ ഒക്കെ എല്ലാം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്
വന്ന് വിക്കിയും കൂടെ ഒന്ന് നിന്ന് ഹായ് ഒക്കെ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫങ്ഷൻ അല്ലെങ്കിൽ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മുടെ ബിഗ് ഫ്രണ്ട്സ് എന്നറിയപ്പെടുന്ന കുറച്ചല്ല, നമ്മുടെ ബിഗ് 92 ഇല്ലേ, 92.7 ബിഗ് എഫ് എം, അതിൻ്റെ ആൾക്കാരാണെന്ന് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. കില്ല ഫിറോസും ആദ്യ സുമി ചേച്ചിയൊക്കെ അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ബിഗ് കാർണിവൽ അല്ലെങ്കിൽ ബിഗ് ഫ്രണ്ട്സ് ചിറക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് അവർക്ക് റിഹേഴ്സൽ നടത്തുകയാണ് കേട്ടോ. ഈ ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കുറവുള്ള ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ നമ്മളൊക്കെ ഫ്രണ്ടിലായി നിന്ന് ഞാൻ അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഏകദേശം ഒരു ഊഹം വെച്ച് എന്ത് കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്നൊക്കെ വെച്ചിട്ട് ഓരോ റിഹേഴ്സലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒറിജിനൽ നടക്കുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഇത് വരുന്നത് നമ്മുടെ ഇവിടെ സനാതാലയം എന്ന് പറയുന്ന സംഭവം നടത്തുന്നുണ്ടല്ലോ, അവിടുത്തെ മാനേജർ പയ്യൻ തന്നെയാണ്. പുള്ളിക്കാരന് ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ല, ക്യാൻസറിനോട് പോരാടിയ ആളാണ്. അപ്പം അവിടുത്തെ മാനേജറാണ്, അവിടുത്തെ ആളാണ്. പിന്നെ അപ്പം ആ ഒരു ഇതിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നൊരു നല്ലൊരു പ്രവൃത്തിയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇവരെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താണ്ട് ഇവർക്ക് വേണ്ടിയിട്ടൊരു ദിവസം. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ അരുണാണ്, സ്വന്തം അരുണാണ്, നമ്മുടെ ഫാമിലി ഫ്രണ്ട് എന്നൊക്കെ തന്നെ പറയാം. എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. അങ്ങനെ എല്ലാം നമ്മുടെ നല്ലൊരു പേരാണ്. പുള്ളിക്കാരന് ആക്സിഡൻ്റ് ആയ ശേഷമാണ് കേട്ടോ വീൽചെയറായത്, അല്ലാണ്ട് നോർമൽ ഒരു വ്യക്തി തന്നെയായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ എല്ലാവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വലിയൊരു കാർണിവൽ തന്നെയാണ് നടക്കുന്നത്. ഡിസംബർ 7-ാം തീയതി നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. ഇതിപ്പം ഇവർക്ക് എത്ര സ്റ്റെപ്പ് വന്ന് നിൽക്കണം എന്നുള്ള എന്നൊക്കെ നല്ല രീതിയിൽ അരുണിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം എല്ലാവരും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ചാനലിടുക, കല്യാണാലോചനകൾ സ്വീകരിക്കുന്നൂടെ പറയുന്നതൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഇവരൊക്കെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കയറി പോയാണ്. അപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അരുണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടിയൊക്കെ ഞാൻ എടുക്കുകയാണ്. വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും നമ്മുടെ ഗീത ചേച്ചി ഇരുത്തിക്കൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിൽ വയ്ക്കുകയാണ്. പുള്ളിക്കാരി വേഷമൊക്കെ ഉണ്ട്, സെറ്റാണ്. കഴിഞ്ഞ വർഷം വേറും ഇതായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇക്കയാണ് കൈ ഒന്ന് ഉണക്കി കൊടുക്കാനൊക്കെ നിൽക്കുകയാണ്. ഫുൾ സപ്പോർട്ടായിട്ട് ചേച്ചിക്ക് നിൽക്കുന്നത് ആദ്യം മുതലേ. അപ്പോൾ ചേച്ചി ചാനലിൽ വേണ്ടി നിൽക്കാനായിട്ട് ചാനൽ കാണിക്കാൻ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ നമ്മുടെ സ്വന്തം മലയാളികൾ എല്ലാവർക്കും നല്ല പരിചയമുള്ള നമ്മുടെ സ്വന്തം ഗുഡ് ഈവനിങ് ടു ആൻഡ്രോ. അല്ല, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് കേൾക്കണം. ഗുഡ് ഈവനിങ്. ആയി ശബ്ദം പറഞ്ഞേ. ഗുഡ് ഈവനിങ്. ഏറെ പ്രിയപ്പെട്ട സുമിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, നിറഞ്ഞ കൈയടികളോടുകൂടി. ഞങ്ങൾ 2 വർഷമായിട്ട് ഈ വേദിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞു പോയൊരു 2 വർഷങ്ങൾക്ക് മുൻപാണ് ഏറ്റവും കൂടുതൽ 92.7 ബിഗ് എഫ് എമ്മും നമ്മുടെ ഏറ്റവും പ്രിയ 7-ാം തീയതി നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നടക്കാനിരിക്കുകയാണ് ഈ പരിപാടി. നിങ്ങൾ ഇത്രയും പേര് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് ടീച്ചർമാരുടെ തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ. തിരുവാതിരയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സമ്മാനം അപ്പോൾ തന്നെ സ്റ്റേജ് കയറ്റി എല്ലാവർക്കും ഉള്ള വിതരണം ചെയ്യുകയാണ്. ഇത് വേറെ പൈസ ഉപയോഗിച്ചുള്ള ചാരിറ്റിയോ കാര്യങ്ങളൊന്നും അല്ല. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, സംഭവങ്ങൾ സെറ്റാക്കി അവർക്കുള്ള മൊമെന്റ് കൊടുത്തു വിടുന്നുണ്ട്. ഓരോരുത്തർ കഴിയുന്നതനുസരിച്ചിട്ട് അവർക്കുള്ള മൊമെന്റുകൾ അപ്പോൾ തന്നെ കൈമാറ്റി കൊടുത്തു വിടുകയാണ്. കാരണം ലേറ്റ് ആയിക്കൊണ്ട് തുടങ്ങാൻ തന്നെ, അപ്പോൾ തീരാൻ തന്നെ ലേറ്റ്. അപ്പോൾ അതുവരെയൊക്കെ വേനൽ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു വിടുന്നുണ്ട്. രാമചന്ദ്രനകത്ത് ഏറെ കളക്ഷൻ ഉള്ളപ്പോ എങ്ങനെയാണ് നമ്മുടെ പിള്ളേരെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ആ മാർക്കറ്റിംഗ് ബിഗ് കാർണിവലിന്റെ ഫെസ്റ്റിവൽ കുഞ്ഞാപ്പിമാരെ പൊന്നുപോലെ തങ്കം പോലെ ഇങ്ങ് കൊണ്ടുവന്നേ. ഇത് വേറെ ഒന്നുമല്ല, ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഇവന്മാരെ കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കയും ചേച്ചിയും കൂടെ പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇവന്മാരെ ഹൈപ്പർ മാർക്കറ്റിനകത്തോട് കയറ്റി വിട്ടു. ഇവന്മാരുടെയൊക്കെ ഒളിച്ച് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരെ കണ്ടുപിടിച്ചിട്ട് ആരാണ് കണ്ടുപിടിച്ചിട്ട് വരുന്നവർക്ക് ക്യാഷ് പ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പയ്യന്മാരാണ് കണ്ടുപിടിച്ചിട്ട് വന്നത്. ഇവിടെ നിന്ന് അച്ഛനും പോലും പോയായിരുന്നു. പോയിട്ട് അവിടെ പോയി ഫോൺ വിളിച്ചു വെച്ചേ, കണ്ടുപിടിച്ചാ എത്തിയാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വെച്ച്. ഇവർക്ക് പോയിട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ. അവന്മാരവിടെയൊക്കെ ഒളിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ഐറ്റമാണ് ഈ വയലിൻ ഫ്യൂഷൻ. അപ്പം അതിന് വയലിൻ ഫ്യൂഷൻ ഉണ്ടായിരുന്നു.
മ്യൂസിക്കും മറ്റേ വയലിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്ന് ഇങ്ങനെ ഇക്കൊക്കെ മറിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം പറയും കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആ 7 മണിയൊക്കെ ആയപ്പോൾ നല്ല ആളുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒക്കെ താങ്ക്സ് പറച്ചിലായിരുന്നു. നേരത്തെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഇതൊക്കെ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുകയാണ്. അപ്പം ട്രാവൻകൂറിൻ്റെ 2 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റെപ്രസെൻറ്റേറ്റീവ് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്ത ആളും വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. കഴിഞ്ഞ വർഷം ഇവർ തന്നെയാണ് അവിടെ ഈ ഒരു സംഭവം കണ്ടക്ട് ചെയ്തത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിപ്പോൾ 2 വർഷം ശേഷമാണ് ഇപ്പോൾ വീണ്ടും വന്നേക്കുന്നത്. ഹേ ഗായ്സ്, എനിക്കിതാ ഇവിടെ കോപ്പി റൈറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഡാൻസിൻ്റെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ സ്പീഡപ്പ് ആക്കി ഇട്ടെങ്കിലും നല്ല വ്യക്തമായിട്ട് പാട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കോപ്പി റൈറ്റ് അടിച്ചു. അതാണ് എനിക്ക് എൻ്റെ വീഡിയോ തന്നെ ഇടാനായിട്ട് ലേറ്റ് ആയി കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കിയതാ ഇപ്പം ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എൻ്റെ സ്വന്തം SN കോളേജിലെ കുട്ടികൾ ഇവിടെ കിടന്ന് തകർക്കുകയാണ് കേട്ടോ. നമ്മുടെ കോളേജിലെ അഭിമാനം. നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ കൊച്ചുങ്ങളുടെ. നല്ലൊരു വയൽ ഫ്യൂഷനും സോങ്ങും എല്ലാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ അവരുടെ പരിപാടി തുടങ്ങത്തുള്ളൂ. കാരണം എല്ലാവരും കോസ്റ്റ്യൂം ചെയ്ത് ഇരുത്തിയൊക്കെയാണ് പല സ്ഥലത്തു നിന്നുള്ള. അവർക്ക് വരും. അനുഗ്രഹീതരായ മക്കൾക്ക് നല്ലൊരു കൈയുണ്ട്. സത്യമുണ്ട്, മക്കാണ് എന്തൊക്കെയോ കുറവ്. അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ സെക്ഷൻകാർ കഴിയുമ്പോൾ അവരുടെ കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആൾക്കാരെങ്കിൽ സ്റ്റേജ് വരുത്തിയിട്ട് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമെൻറ്റ് കൊടുക്കുന്നുള്ളൂ. മൊമെൻറ്റ് മീൻസ് ഒരു ഗ്ലാസ് ആണ് കേട്ടോ. ഗ്ലാസ് സെറാമിക് കപ്പ്, ഗ്ലാസ്സും അല്ല കപ്പിനകത്ത് നമ്മൾ
പേരെന്താ? ആ മനസ്സിലായോ? സിദ്ധാർത്ഥ്. അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേരെന്താ? ആ എവിടാ വീട്? എറണാകുളം. കേട്ടോ? ഇപ്പൊ എവിടാ താമസിക്കുന്നത്? സനാഭാരതി. ആ ഇത് നല്ല കുഞ്ഞു കുട്ടിയുണ്ട്, നമ്മുടെ സനാതനത്തിലുള്ള കുട്ടിയാണ്. അപ്പം എന്തൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് ലോകത്തിപ്പം. കുഞ്ഞുങ്ങളെ പോലും ദൈവം വെറുതെ വിടത്തില്ല എന്നുള്ളത്. ആ ചില സമയങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ദൈവം ഇല്ല എന്നൊരു തോന്നും. ദൈവത്തോട് ദേഷ്യം വരെ തോന്നുന്ന സമയങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്ക്. ഞങ്ങളൊക്കെ എന്ത് സൗകര്യത്തോടെ ജീവിക്കുന്നതാണ്. ഈ കുട്ടി മക്കൾക്ക് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മാലാഖമാരെന്ന് പറയാൻ കേൾക്കാൻ തന്നെ നല്ല സുഖമാണ് കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും അല്ല അവർ പറയാനുള്ളത്. കണ്ടിരിക്കുന്നവർ സത്യം പറഞ്ഞാൽ കണ്ണുവരെ നിറഞ്ഞു പോകും കേട്ടോ. പങ്കെടുത്ത ഓരോരുവർക്കും അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള മഗ്ഗാണ് കേട്ടോ അവരുടെ പ്രൈസ് ആയിട്ട് കൊടുത്തത് സമ്മാനമായിട്ട്. പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷമായിട്ട് ബിഗ് ഫ്രണ്ട്സുകാർ കൊടുത്തേക്കുന്നതാണ് ഗിഫ്റ്റ്. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഒരു ഓർമ്മയായിട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മുടെ സനാതനത്തിലെ കുട്ടികളാണ് കേട്ടോ. അവർ മരിച്ചിരി പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിക്കുന്ന ഇതാണ്. അപ്പോൾ അതാണ് ഇക്ക പിടിച്ചോണ്ട് നിർത്തിയിട്ട് കാര്യം പറഞ്ഞിട്ട് ചിരിക്കുന്നത്. കാരണം അവന്മാർക്ക് തുള്ളൽ തുടങ്ങിയപ്പോൾ തന്നെ പാട്ടിട്ട് കഴിഞ്ഞപ്പോഴേ തുള്ളു. അതുപോലെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫാഷൻ ഷോ പോലെ കാണിച്ചിട്ട് ഇറക്കിയാണ്. വന്ന് ഓരോരുത്തരുടെ സെക്ഷൻ കാണിച്ചിട്ട് തിരിച്ച് അവരുടെ സ്ഥലങ്ങളിൽ പോയിരിക്കുക. എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരുടെ ഫേസ് കാണുമ്പോൾ അവിടെ എല്ലാവരും പിന്നെ അവർക്കുള്ള മൊമെൻറ്റ് കൊടുക്കാനായിട്ട് അടുത്ത സ്കൂളിലാണ് സ്കൂളിൽ നിന്ന് അനൗൺസ് ചെയ്തായിരുന്നു കേട്ടോ. പുള്ളിക്കാരനാണ് കൊടുക്കുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ട് വന്നിട്ട് മൊമെൻറ്റൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ ഈ അപ്പൂപ്പൻ്റെത് കണ്ടില്ലേ? അപ്പൂപ്പൻ യോയോ ആണ് കേട്ടോ. ട്യൂബ് ഇട്ടേക്കുക മൂക്കിൽ കൂടെ. എന്നിട്ട് പുള്ളിയുടെ ഒരു എന്താ സ്ട്രെങ്തൊക്കെ കാണണം കേട്ടോ. ആൾ ഫുള്ള് ഈ അഴുക്ക രോഗത്തോടി നമ്മൾ പ്രതികരിക്കാൻ അല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അരുണിനും കിട്ടുന്നുണ്ട് മഗ്. അതൊക്കെ വാങ്ങിക്കൂടെ അവരും പോയി നിൽക്കുകയാണ്. പിന്നെ അവസാനം ചേർത്തത് എല്ലാവരുടെ ഓരോ സെക്ഷന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിരിയുന്നത്. അപ്പം ഇത്തരത്തിൽ നല്ല ഒരു ഇത് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇന്ന്.
അപ്പോൾ അടുത്ത സെക്ഷൻ കുട്ടികളുടെ നടക്കുന്നത് ഒന്നിനൊന്ന് വെച്ചുള്ള കൊച്ചുങ്ങളാണ് കേട്ടോ. അതെല്ലാവരും ലേഡീസ് ആയാലും ജെൻസ് ആയാലും എല്ലാം. ഞാൻ ഓട്ടിസ്റ്റിക് ആയിട്ട് സ്കൂളിൽ പഠിപ്പിച്ച സ്കൂളിൽ കുറച്ചുകൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് ചിലവാക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ ഇവരുമായിട്ടൊക്കെ ഒരു ദിവസം ചിലവാക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് തന്നെയാണ് കേട്ടോ, ദൈവത്തിൻ്റെ മാലാഖമാർ തന്നെയാണ് ഇതെല്ലാവരും. നമുക്ക് ഇവിടുത്തെ നിൽക്കുമ്പോഴും കൂടെ നിൽക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ അവരുടെ ഒരു ഇത് കാണുമ്പോൾ നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നമ്മൾ ഈ ജീവിതത്തിൽ ഇത്രയും ആൾക്കാർ എന്ത് അഹങ്കാരത്തോട് ജീവിക്കുന്നുണ്ട് ഇപ്പോഴേ, ഞാൻ ഉൾപ്പെടെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇവരൊക്കെ എന്താണ്, അവരൊക്കെ ജീവിതത്തിൽ അവരൊക്കെ നല്ല സമയം മൊത്തം അങ്ങ് പോയി എന്ന് തന്നെ പറയാം അല്ലേ. പക്ഷെ അവരാരും മാറ്റി നിർത്തുന്നില്ല, നമ്മളെല്ലാവരുടെ കൂടെ ഒത്തുചേർത്ത് നിർത്തുക തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇക്കയുടെ വൈഫാണ് കേട്ടോ, പുള്ളിക്കാരിക്ക് പൊന്നാടയൊക്കെ അണിയിച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന ആൾ നമ്മുടെ ബിജു. അപ്പോൾ പുള്ളിക്കാരൻ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറാണ് കേട്ടോ. പുള്ളിക്കാരൻ നമ്മുടെ പൂമര വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ നാളായി ഇപ്പോൾ ചേർന്നിട്ട് എല്ലാ പ്രവർത്തനത്തിനും പുള്ളിക്കാരൻ വരും കേട്ടോ. ഫുഡ് കൊടുക്കാനായാലും എല്ലാത്തിനും. അപ്പോൾ നമ്മുടെ ഇക്കയ്ക്ക് എന്താ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, ആർക്കൊക്കെ മൊമെൻ്റ് കൊടുക്കാനും പൊന്നാട അണിയിക്കാനും ഒക്കെ ആയിട്ട് പുള്ളിക്കാരനും കയറി എല്ലാവർക്കും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫാഷൻ ഷോ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞ് കേട്ടോ. ഇനി എല്ലാവർക്കും ഇത് പറച്ച് എന്താ പൊന്നാട അണിയിക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആർജി സുനി ചേച്ചിയുടെ അച്ഛനും അമ്മയാണിത്, മോളും വരുന്നുണ്ട്. അപ്പം ഇവരെല്ലാം കൂടി ചേർത്തിട്ട് പുള്ളിക്കാരനും ചേച്ചിയുടെ അച്ഛന് ടെക്സ്റ്റൈൽസ് എന്നുള്ള വസ്ത്രങ്ങൾ കൊടുത്തതിൻ്റെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു പൊന്നാട അണിയിക്കുന്നുണ്ട്, മൊമെൻ്റ് കൊടുക്കുന്നുണ്ട് ബിഗ് ഫ്രണ്ട്സിൻ്റെ പേരിൽ. അപ്പോൾ മോളും കൊച്ചുമോളോട് തന്നെയാണ് രണ്ടുപേർക്കും മൊമെൻ്റ് പൊന്നാടയൊക്കെ അണിഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് തിരിച്ചപ്പോഴത്തേക്കും അവിടെ ഡി ജെ ഒക്കെ നടക്കുന്നു. നമ്മൾ പിന്നെ ഇറങ്ങി കേട്ടോ, കുറേ ലേറ്റായി, 8-9 മണിയായി. അപ്പോൾ നമ്മൾ ട്രാവൻകൂറോട് ടാറ്റയൊക്കെ പറഞ്ഞ എയർപോർട്ടിൽ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പിരിയുകയാണ് ഗൈസ്. അപ്പോൾ നല്ല കാലാവസ്ഥയാണ് ഇന്ന് കേട്ടോ, മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നൈറ്റ് വന്നപ്പോഴത്തേക്ക് ട്രിവാൻഡ്രം കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് പോയതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുക നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലോകത്തെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഒരു പോരായ്മകളും ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവർക്കും ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ എന്നെല്ലാവരും പ്രാർത്ഥിക്കാം. ഇത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ കേട്ടോ, അതൊക്കെ എടുത്തിനകത്ത് കൂടെ ഇട്ടിട്ട് ഞാൻ വോയിസ് ചുമ്മാ കൊടുക്കുന്നില്ല. നമ്മൾ വന്നിട്ട് ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ വീഡിയോസൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന അടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഈ വർഷം അവിടെ എനിക്ക് തോന്നുന്നു ട്രാവൻകൂർ വന്നവരെല്ലാവരും ഇന്ന് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത വർഷം എല്ലാവരും തന്നെ പങ്കെടുക്കാൻ നോക്കുക കേട്ടോ. ഒരു വലിയതല്ല, നല്ലൊരു മൊമെൻ്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒരു ഫാഷൻ ഷോയും കുഞ്ഞുമക്കളുടെയും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ കാണാനായിട്ട് എല്ലാവരും വരിക കേട്ടോ.